നമ്മളുടെ വണ്ടിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. വൈസർ ഒന്ന് ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഫെൻഡർ മാറ്റി, ബാക്കിൽ അതിൻ്റെ ഇൻഡിക്കേറ്ററും മാറ്റി. ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ നമുക്ക് മാറ്റാൻ വഴിയില്ല കേട്ടോ. അപ്പോൾ വഴിയില്ല മീൻസ് ദാറ്റ്സ് മീൻ ഫോഗ് ലൈറ്റ് അവിടെ ഉണ്ട്, സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോഗ് ലൈറ്റ് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ രണ്ട് ഇൻഡിക്കേറ്റർ മാത്രം മാറ്റാതെ ബാക്കിൽ രണ്ടെണ്ണം മാറ്റി. LED ആണ്, ഒരു നോർമൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് വീഡിയോ വെറുതെ പോയി നോക്കിയിട്ട് വരാം കേട്ടോ. എന്നത്തെയും പോലെ നമ്മുടെ മോട്ടോർ സൈക്കിൾ തന്നെയാണ് എന്നും വന്നേക്കുന്നത്, നമ്മുടെ എല്ലാം മാറ്റാൻ വേണ്ടി. ഉള്ളിൽ നമ്മൾ വിശാലമായിട്ടൊരു ലിവിങ് സ്പേസ് ഉണ്ട്, TV, AC എല്ലാമായിട്ടുള്ള നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളപ്പോൾ അത് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ നോക്കാൻ വിചാരിച്ചു. നമ്മുടെ ഒരുപാട് ഹെൽമെറ്റ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഹെൽമെറ്റ്സ് കുറച്ച് ചേഞ്ചസ് ആക്കണം എന്നുണ്ട്, ബട്ട് അതിന് ടൈം ആയിട്ടില്ല. എൻ്റെ ഹെൽമെറ്റ് കേട് വരുന്നേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഓഫ് ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നപ്പോൾ നമ്മളിവിടെ വണ്ടി ചേഞ്ചസ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്യാരേജ്, അപ്പോൾ ഇവിടെ വേറൊരു അവെഞ്ചർ നിൽക്കുന്നുണ്ട്, ലൈറ്റ് എന്തോ. അപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിൽക്കാം. നമ്മൾ ഈ ഒരു ഇത് മാറ്റി ഫെൻഡർ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വരും ഫെൻഡർ മാറ്റാൻ കാരണം പഴയ ഫെൻഡറിൽ ഫുള്ളായിട്ട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നു, അതുകൊണ്ട് മാത്രം ഇതിലേക്ക് കൺവേർട്ട് ആയത്. ഇനി രണ്ട് ഇൻഡിക്കേറ്ററും വൈസറും കൂടി വെക്കാനുണ്ട്. ഇവിടെ കുറേ നേരം ഞാൻ തന്നെ ഏകദേശം മടുത്തു. കുറച്ച് നേരം കയറി സംസാരിച്ചു. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോയി നമ്മുടെ ഇൻഡിക്കേറ്റർ അതാണ് കാണിച്ചു കൊടുത്തു. ഇൻഡിക്കേറ്റർ ഈ ടൈപ്പിൽ വരുന്നതാണ്. കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റർ ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഈ കടയിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. നല്ല തിരക്കുണ്ട്, വിശാലമായ തിരക്കാണെന്ന്. ഒരുവിധം എല്ലാം നമ്മുടെ ഈ മോട്ടോർ സൈക്കിൾ അവൈലബിൾ ആണ്. മാക്സ് ബൈക്സിന് എല്ലാം അവിടെ വേണമെങ്കിൽ ഇവിടെ വരാം. വണ്ടിയുടെ പണി കഴിയണവരെ ഞാനൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഒരു ചായയും കടിയൊക്കെ പറഞ്ഞു, ചായയും കടിയും കഴിച്ചും കഴിഞ്ഞു. അങ്ങനെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഈ മലബാർ റെസ്റ്റോറൻറ്റ് അതേപോലെ NM-ബാറിൻ്റെ ഇടയിലായിട്ടാണ് ഈ കാണുന്നത് മോട്ടോർ സൈക്കിൾ. ഓക്കെ, എന്ത് തരത്തിലുള്ള ആവശ്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഇപ്പോൾ ഒരു 1.5-2 മണിക്കൂറായി ഞാൻ പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട്. പോസ്റ്റ് ചെയ്യാതല്ല, അവരത് വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടിയിലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കാൻ റൂമിലേക്ക് വന്നു. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ഇത് വെക്കണം എന്നുണ്ട് വണ്ടിയിൽ. നമുക്ക് ഒറ്റയടിക്ക് വണ്ടി അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു സാമ്പത്തികം നമ്മുടെ അടുത്തില്ലാത്തതുകൊണ്ട് 1 ബൈ ആയിട്ട് നമ്മൾ മാറ്റി അപ്ഡേറ്റ് ചെയ്യും. ഒരുപാട് ഫോഗ് ലൈറ്റ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഫോഗ് ലൈറ്റ്സ് കേട് വരികയാണെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ അവിടെ തന്നെ വരും. എന്നാലും നിറയെ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ആക്സറീസ്, ഒരുപാട് വെഹിക്കിൾസ് വെച്ചിട്ട് ഒരുപാട് ആക്സറീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം വണ്ടി ആവുന്നുണ്ട് എന്ന് കേട്ടും. അപ്പോൾ കേട്ടിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പോകാനുണ്ട്. കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ടൈപ്സ് ഓഫ് ഹെൽമെറ്റ്സ് ഒരുപാട് അവൈലബിളാണ്. കമ്പനിയും നോർമലും ലോക്കലും എല്ലാം അവൈലബിൾ ആണ് ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടി ഫുള്ളായി മാറ്റിയിട്ടുണ്ട്. വൈസർ മാറ്റി നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിലുണ്ട്, ബാക്ക് ഇൻഡിക്കേറ്റർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി വരും വഴി നമുക്ക് വേറെ വീഡിയോസൊക്കെ കാണാം. ഓക്കെ, ബൈ.